മുസ്ലിങ്ങൾക്കെതിരെ വർഗീയ വിഷം തുപ്പിയ ബിജെപി നേതാവ് പി സി ജോർജിനെ ഇപ്പോഴും അറസ്റ്റ് ചെയ്യാനോ അദ്ദേഹത്തിനെതിരെ നടപടികളുമായി മുന്നോട്ട് പോകാനോ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ്, അല്ലെങ്കിൽ എല്ലാവരും തീവ്രവാദികളാണ്. അത്തരത്തിലുള്ളൊരു വളരെ മോശമായൊരു പരാമർശമാണ് ചാനൽ ചർച്ചയ്ക്കിടെ പി സി ജോർജിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. എന്നാൽ യാതൊരുവിധ നടപടിയിലേക്കും കടക്കുന്നില്ല. പരാതി നൽകിയിട്ട് ദിവസങ്ങൾ പിന്നിടുകയാണ്. ഇനിയിപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയൊരു നടപടിയിലേക്ക് പോലീസ് കടക്കുന്നില്ല, അല്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ എന്താണ് ഇത്ര വിമുഖത എന്ന് തന്നെയാണ് പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. നിഷാദ്, കഴിഞ്ഞ 5-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ചാനൽ ചർച്ചയ്ക്കിടെ വളരെ വർഗീയത നിറയുന്ന തരത്തിലുള്ള ഒരു പരാമർശം പി സി ജോർജിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. 6-ാം തീയതി പരാതി നൽകുകയാണ് യൂത്ത് ലീഗ്, രേഖാപരമായി പരാതി നൽകുന്നു. ഇന്നിപ്പോൾ 4 ദിവസം പിന്നിടുന്നു ഒരു മൊഴിയെടുപ്പിക്കാനായി ഈ പരാതി നൽകിയ ആളെ വിളിപ്പിക്കാൻ. എന്താണ് ഇവിടെ നടക്കുന്നത്? അതാണ് നമ്മൾ ഇന്നലെയും ഈ വിഷയം സംസാരിച്ചു. ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, ഒരേ ഒരു കാര്യമുള്ളത്, മനുഷ്യർക്കിടയിൽ ജാതിമത വിഭാഗീയത ഉണ്ടാക്കുക, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള വർഗീയത പ്രസംഗിക്കുക എന്നത് ഇന്ത്യൻ നിയമപ്രകാരം കുറ്റമാണ്. ആ കുറ്റം ഒരാൾ ചെയ്തു എന്ന് തെളിഞ്ഞാൽ, നമ്മുടെ മുൻപിൽ തെളിവുകളുണ്ടെങ്കിൽ അയാൾക്കെതിരെ പരാതിയില്ലാതെ കേസെടുക്കാനും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള ബാധ്യത ഭരണകൂടത്തിനുണ്ട്. പി സി ജോർജ് അപ്രധാനിയായ ഒരാൾ, മുഖ്യധാരയിൽ നിന്ന് അകറ്റപ്പെട്ട ഒരാൾ, രാഷ്ട്രീയമായി മോഹഭംഗം വന്ന ഒരാൾ എന്തൊക്കെയോ പിച്ചുമ്പയും വിളിച്ചു പറഞ്ഞു. അയാളെ അവഗണിച്ചേക്കാമെന്ന് എനിക്കും തീരുമാനിക്കാം, അമൃതയ്ക്ക് തീരുമാനിക്കാം. ഭരണകൂടത്തിന് അവഗണിക്കാൻ പറ്റില്ല. ഭരണകൂടത്തിൻ്റെ ബാധ്യത, അയാൾ ആരായാലും അയാളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് വർഗീയത പറയുന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ കേസ് എടുക്കുക എന്നത് നിയമപരമായ, ഭരണഘടനാപരമായ സർക്കാരിൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിനും CPM-നും ഒരു നയം, ഏതോ ഒരു പി സി ജോർജ് നമ്മൾ കേസെടുത്ത് അയാളെ വളർത്തണ്ട, അല്ല അയാൾ പറയുന്ന സംഗതികളോട് നമ്മൾ റിയാക്ട് ചെയ്യേണ്ട, അവഗണിച്ചില്ലാതാക്കേക്കാം. അങ്ങനെ അവഗണിക്കാൻ സർക്കാരിന് നിയമപരമായി പറ്റില്ല എന്നാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സർക്കാർ ജോർജിനെ അവഗണിക്കുകയാണ് എന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം, ജോർജ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തത് ആരാണ്, അയാളുടെ ഉദ്ദേശം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവഗണിക്കാൻ നിയമപരമായി പറ്റുമോ? പറ്റില്ല. നിയമപരമായ ബാധ്യത കേസെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് ഈ ഭരണകൂടം ചെയ്യുന്നില്ല എന്നത് കാണണം. രണ്ടാമത്തേത്, ജോർജ് എന്ന് പറയുന്ന ആൾ 2022 നമുക്കറിയാം അനന്തപുരിയിലെ ഹിന്ദു മഹാപരിഷത്തിൽ പ്രസംഗിച്ചുകൊണ്ട് മറ്റു മതങ്ങളിലെ ആളുകളെ വന്ധ്യംകരിക്കാൻ വേണ്ടി എന്തൊക്കെയോ പണികൾ മുസ്ലിങ്ങൾ ചെയ്യുന്നു എന്ന് പ്രസംഗിച്ച് കേസിൽപ്പെടുകയും ആ കേസിൻ്റെ ഭാഗമായി അറസ്റ്റിലാക്കപ്പെടുകയും ചെയ്ത ആളാണ്. അന്ന് കർശനമായ ജാമ്യ വ്യവസ്ഥകളോടെയാണ് കോടതി ഈ ആൾക്ക് ജാമ്യം കൊടുക്കുന്നത്. പിറ്റേന്ന് അന്ന് പ്രോസിക്യൂട്ടർ ഹാജരാവാതിരുന്ന വിവാദമൊക്കെ വേറെ ഉണ്ട്, പോലീസ് ഇൻഫോം ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നു, കർശനമായ ജാമ്യ വ്യവസ്ഥകളോടെ. ഇദ്ദേഹം പുറത്തിറങ്ങി വന്നിട്ട് ഇദ്ദേഹം താൻ നടത്തിയ പരാമർശങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാൻ ജോർജിന് ധൈര്യം ഉണ്ടായി. കാരണം തന്നെ ആരും മുക്കിക്കയറ്റാൻ പോകുന്നില്ല എന്ന് ജോർജിന് നല്ല കോൺഫിഡൻസ് ഉണ്ട്. 2023 ഇതിനേക്കാളും വലിയ വർഗീയ പരാമർശങ്ങളുമായി ജോർജ് വീണ്ടും രംഗത്ത് വന്നു. 2025 ജോർജ് വീണ്ടും ഒരു ചാനലിലൂടെ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള കടുത്ത വർഗീയ വിഭജന മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. ഇതിനിടയിൽ നമ്മൾ കാണാതെ പലയിടത്തും ജോർജ് പൊതുവേദികളിൽ പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഹാബിച്വൽ ഒഫൻഡറായി അയാൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജാമ്യ വ്യവസ്ഥ അയാൾ പാലിക്കുന്നില്ല. ഇനി ജോർജിനെ 153A ചുമത്തിക്കൊണ്ട് പിടിച്ചുകൊണ്ട് പോയാൽ ഒരു കോടതിക്കും ജാമ്യം അനുവദിക്കാൻ കഴിയില്ല. കാരണം ഇത് അബദ്ധത്തിൽ പറ്റിയതാണെന്നോ വാക്കുകൾ വളച്ചൊടിച്ചതാണെന്നോ പറഞ്ഞ് ഒഴിക്കാൻ അയാൾക്ക് ഒരിക്കലും പറ്റില്ല. കാരണം നിരന്തരമായി അയാൾ തീവ്ര വർഗീയത പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ 3 സ്ക്രീൻഷോട്ടുകളോ അല്ലെങ്കിൽ ആ 3 വീഡിയോ ക്ലിപ്പുകളോ മാത്രം കോടതിയിൽ ഹാജരാക്കിയാൽ ജോർജിനെതിരെ കർശനമായ നിയമ നടപടി ഉറപ്പാക്കാൻ കഴിയുമെന്നിരിക്കെ അവഗണിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അവഗണിക്കാൻ തീരുമാനിക്കുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ജോർജ് ഒരു സാധാരണ മനുഷ്യൻ, തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ട് ഇലക്ട്രൽ പൊളിറ്റിക്സിൻ്റെ മുഖ്യധാരയിൽ നിന്ന് ജനമാട്ടി അകറ്റിയ ഒരാൾ. അങ്ങനെയാണോ ജോർജിനെ കാണേണ്ടത്? ഒരിക്കലുമല്ല. ജോർജ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. ജോർജ് പറയുന്ന വർഗീയത എന്ന് ജോർജ് ഒറ്റയ്ക്കിരുന്ന് പറയുന്ന വർഗീയതയാണല്ല. ജോർജ് ഈ പറയുന്ന വർഗീയതയെ ഏറ്റെടുക്കാൻ അന്നത്തെ സംഭവം ഓർക്കണം. അന്ന് ഈ അനന്തപുരിയിലെ ഹിന്ദു മഹാപരിഷത്തിൽ സംസാരിച്ച് അറസ്റ്റിലായി തിരിച്ചു വന്ന ജോർജിനെ കാണാൻ ഒരു മതപുരോഹിതൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ചു. പുറത്തിറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് BJP-ക്കാർ പോലീസ് വാഹനം തടഞ്ഞു. നമ്മൾ കണ്ടതല്ലേ? ജോർജ് ഒറ്റയ്ക്കൊരാളല്ല. ജോർജ് ഒരു വലിയ പൊളിറ്റിക്കൽ പ്രോജക്റ്റിൻ്റെ പ്രചാരകനാണ് എന്നത് ഈ സർക്കാർ മനസ്സിലാക്കണം. ജോർജ് പറയുന്ന ഈ വർഗീയ വിദ്വേഷം ഏറ്റെടുക്കാൻ വലിയ തോതിൽ ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നത് ഈ സർക്കാർ മനസ്സിലാക്കണം. ജോർജ് പറയുന്നതിനൊപ്പം നിൽക്കാനും ജോർജിൻ്റെ കൂടെ നിൽക്കാനും ജോർജ് പറയുന്നത് ലൈറ്റായിട്ടും ഹാർഡായും ആവർത്തിക്കാനും മതപുരോഹിതന്മാർ പോലും രംഗത്ത് വരികയാണ് എന്ന കാര്യം സർക്കാർ ആലോചിക്കണ്ടേ? അപ്പോൾ ജോർജ് ഒറ്റയ്ക്കൊരു മനുഷ്യനാണ് എന്ന് എങ്ങനെയാണ് തീരുമാനിക്കാൻ പറ്റുക? അപ്പോൾ ഹണി റോസിൻ്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ വലിയ വ്യവസായിയെ പിടിച്ചകത്തിടുന്നു. സർക്കാർ പറഞ്ഞതാണ്, ഇനി സ്ത്രീകളെ അപമാനിക്കാൻ ഒരുത്തനും നാവ് പൊന്തരുത് എന്ന കണിശമായ സന്ദേശമാണ് ഇതിന് പിന്നിൽ. മറ്റേ കാര്യത്തിൽ സന്ദേശം കൊടുക്കണ്ടേ? മറ്റേലും കൊടുക്കേണ്ട സന്ദേശം. ഇനി ഈ വൃത്തികെട്ട വർഗീയത പറയാൻ ഒരു PC ജോർജിൻ്റെ നാവ് പൊന്തരുത്.
PC ജോർജ് പറയുന്നത് കേട്ട് വൃത്തിയോട് പറയാൻ ഈ കാസ പോലെയുള്ള മതതീവ്രവാദ സംഘടനകളോ അല്ലെ PC ജോർജ് പറയുന്ന തെറ്റായ വ്യാജമായ ഹേറ്റ് പ്രചരിപ്പിക്കാൻ ഏതെങ്കിലും മത നേതാവോ ഇനി നാപ്പു പൊന്തരുത് എന്ന് ജോർജിനെ പിടിച്ച് അകത്തിട്ട് 14 ദിവസം അകത്തിട്ടാൽ അത് സന്ദേശമാവില്ലേ? ആ സന്ദേശം കൊടുക്കേണ്ടതില്ല എന്ന് ഭരണകൂടം തീരുമാനിക്കുന്നത് ഏതെങ്കിലും നിലയ്ക്കുള്ള അവഗണന സ്ട്രാറ്റജി അല്ല. ഞാൻ വീണ്ടും പറയുന്നത്, ജോർജിനെതിരെ കേസെടുക്കുന്നില്ല എന്ന് നമ്മളിവിടെ ഇരുന്ന് പറയുന്നു. യൂത്ത് ലീഗ് പരാതി കൊടുത്ത് കേസെടുക്കുന്നില്ല. നാട്ടിൽ മുഴുവൻ ആളുകളും പറയുന്നു ജോർജിനെ ഈ സർക്കാർ സംരക്ഷിക്കുന്നുവെന്ന് ആക്ഷേപം വരുന്നു. ആ ആക്ഷേപം ഉയർന്നിങ്ങോട്ട് വരട്ടെ എന്നാണ് സർക്കാർ കാണുന്നത്. ഏത് PC ജോർജ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ആയിട്ടുള്ള ഞങ്ങളെ ഇല്ലാതാക്കാൻ മുസ്ലിങ്ങൾ ശ്രമിക്കുന്നേ എന്ന് പറഞ്ഞ PC ജോർജിനെ പിണറായി വിജയൻ സർക്കാർ സംരക്ഷിക്കുകയാണെന്ന് ആക്ഷേപമാണല്ലോ. ആ ആക്ഷേപം വരട്ടെ എന്നാണ് സർക്കാർ. ആ ആക്ഷേപത്തെ അന്തരീക്ഷത്തിൽ നിലനിർത്തുക. ആ ആക്ഷേപത്തിന് ഒരു 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 ബൈ പ്രോഡക്റ്റ് ഉണ്ട്, ഒരു ഉപോൽപ്പന്നം. ആ ഉപോൽപ്പന്നം തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ രൂപത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇങ്ങ് പോരട്ടെ എന്ന് വിചാരിക്കുകയാണ്. അല്ലാതെ ജോർജിനെ അവഗണിക്കുകയാണ്. ജോർജിനെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞു ജോർജിനെ ഇതിന് മുമ്പ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇതിന് മുമ്പ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിന് മുമ്പ് അറസ്റ്റ് ചെയ്യുന്ന സന്ദർഭം നമ്മൾ ഓർക്കണം. AKG സെൻറ്റർ ആക്രമണ കേസിൽ പ്രതിയെ പിടിക്കാതെ സർക്കാരും CPM ആകെ അടിവിലിനകത്തിരിക്കുന്ന സമയത്താണ് PC ജോർജിനെ അനന്തപുരിയിലെ കേസിൽ അറസ്റ്റ് ചെയ്യുന്നത്. അന്ന് നോക്കണം, അനന്തപുരി മഹാപരിഷത്തിൻ്റെ പേരിൽ PC ജോർജിനെ അറസ്റ്റ് ചെയ്തു. അത് PC ജോർജ് സംസാരിക്കുന്ന ഒരു വലിയ പരിപാടിയിലാണ്. ആ പരിപാടിയുടെ സംഘാടകരെ ചോദ്യം ചെയ്തു. അതിലാരെങ്കിലും പ്രതി ചേർത്തോ? ഇദ്ദേഹത്തെ പ്രതി ചേർത്തു, ജാമ്യത്തിൽ വിട്ടു. ഇതിനെക്കുറിച്ച് തുടരന്വേഷണം ഉണ്ടായോ? വേറെ ആരെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുകയോ എന്തെങ്കിലും നടപടി ഉണ്ടാവുകയോ ചെയ്തോ? ജാമ്യ വ്യവസ്ഥകൾ കർശനമായി പാലിക്കുന്നില്ല, പിന്നെയും ഇയാൾ വർഗീയത പറയാണ് എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചോ? ഒന്നും ഉണ്ടായില്ല. കോടതിയെ സമീപിച്ച് നടപടി ലഭിച്ചോ? ഉണ്ടായില്ല. അപ്പോൾ ഇതിനകത്ത് ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അന്നത്തെ സാഹചര്യമല്ല. ഇന്ന് മാറി. ഇന്ന് UDF-നെ ഒരു പ്രത്യേക ചാപ്പയടിച്ച് ഒരു കള്ളിയിലേക്ക് ഒതുക്കി ഇപ്പുറത്തൊരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സർക്കാർ കൊണ്ടുവരുന്ന CPM ഇപ്പോൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സമവാക്യ രാഷ്ട്രീയത്തിൽ നല്ല ഉപാധിയാണ് PC ജോർജ് എന്നവർ മനസ്സിലാക്കുന്നു. മധ്യ കേരളത്തിൽ കിടന്ന് മുസ്ലിം വിരുദ്ധ വർഗീയത പറഞ്ഞ ഒരാളെ തൊട്ടിട്ട് ഇപ്പോൾ എന്തെങ്കിലും ചലനം ഉണ്ടാക്കാൻ PC ജോർജിനെയും ഞങ്ങൾ തൊടാൻ പോകുന്നില്ല, തൃശ്ശൂർ മേയറെയും ഞങ്ങൾ തൊടാൻ പോകുന്നില്ല. അവരൊക്കെ പറയട്ടെ, അവരൊക്കെ ചെയ്യട്ടെ എന്ന നയത്തിൻ്റെ ഭാഗമാണിത്. അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള അവഗണനാ സ്ട്രാറ്റജിയുമാണ് ഇതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ജിംസ്, ഇപ്പോൾ നിഷാദ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു അവഗണനാ സ്ട്രാറ്റജി ബോബി ചെമ്മണൂരിൻ്റെ കാര്യത്തിലായാലും നമ്മൾ കണ്ടു. എത്രയും പെട്ടെന്ന് കേസെടുത്ത് അറസ്റ്റിലേക്ക് പോവുകയാണ്. അതിന് കുറച്ച് മുമ്പ് ഈ ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ചു എന്ന് പറഞ്ഞ ഒരു MLA രായ്ക്ക് രാമാനം അറസ്റ്റ് ചെയ്ത് നടപടിയിലേക്ക് കടക്കുന്നുണ്ട്. PC ജോർജിനെതിരെ തൽക്കാലത്തേക്ക് നടപടി വേണ്ട, അല്ലെങ്കിൽ പോലീസ് അതുമായിട്ട് മുന്നോട്ട് പോകണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ശരിക്കും എന്തുകൊണ്ടായിരിക്കും? ഇതിൻ്റെ ഒരു പരിഷത്ത് കൂടി ഒന്ന് മനസ്സിലാക്കേണ്ടതില്ലേ? ബോബി ചെമ്മണൂരിനെതിരായ പരാതി ഉന്നയിച്ചത് ആരാണെന്ന് കൂടി പ്രധാനമാണ്. ഹണി റോസ് എന്ന് പറഞ്ഞ അമ്മ എന്ന സംഘടനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയിലുണ്ടായിരുന്ന ആളാണ്. എന്ന് മാത്രമല്ല, ഹണി റോസ് മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചു, ഞാൻ ഇങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു അമ്മയുടെ കൂടി പിന്തുണയുള്ളൊരു നടി മുഖ്യമന്ത്രി വിളിച്ചിട്ട് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് കേസെടുക്കാതിരിക്കാൻ പറ്റില്ല. അതാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ബോബി ചെമ്മണൂരിനെ അറസ്റ്റ് ചെയ്ത സർക്കാരല്ലേ PC ജോർജിന് മുമ്പ് അറസ്റ്റ് ചെയ്തില്ലേ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഒരു ഒഫൻസിന് മുമ്പിൽ ഭരണകൂടം അങ്ങനെയല്ല മറുപടി പറയേണ്ടത്. കുറഞ്ഞ പക്ഷം ഭരണകൂടത്തെ പിന്താങ്ങുന്നവർ അങ്ങനെയല്ല മറുപടി പറയേണ്ടത്. PC ജോർജിൻ്റെ കാര്യത്തിൽ PC ജോർജ് ഒരു ആഭിച്ചൽ ഒഫൻഡർ ആവുന്ന ഇങ്ങനെ നിഷാദ് വിശദീകരിച്ചു. അയാൾ വർഗീയത മാത്രമല്ല പറയുന്നത്, അതുകൂടി നമ്മൾ ആലോചിക്കണം. പച്ച ജാതീയത പറയുന്ന ആളാണ്, സ്ത്രീ വിരുദ്ധത പറയുന്ന ആളാണ്. ഈ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായിട്ടുള്ള സമരം നടന്ന ഓർമ്മയുണ്ടാവും. ആ സമയത്ത് ആ കന്യാസ്ത്രീയെ കുറിച്ച് ഇയാൾ എന്താ പറഞ്ഞത്? അത് സ്വന്തം സഭയിലെ കന്യാസ്ത്രീയെ കുറിച്ച് എന്താണ് അയാൾ പറഞ്ഞത്? അതിനെതിരെ എന്തെങ്കിലും കേസുണ്ടായിരുന്നു? ഇല്ല. SNDP നേതാക്കളെ ജാതി വിളിച്ച് അധിക്ഷേപിച്ചിട്ടുണ്ട്. പട്ടികജാതി നേതാക്കളെ, പട്ടികജാതിക്കാരെ ജാതിയുമായി അധിക്ഷേപിച്ചിട്ടുണ്ട് ഇയാൾ. ഒരുതരം പൊതുശല്യം എന്ന് തോന്നുന്ന രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം. ഒരു രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെ ആവരുത് എന്നുള്ളതിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണമാണ് PC ജോർജ്. ഈ UDF ഉമ്മൻചാണ്ടി ഏറ്റവും അവസാനത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇദ്ദേഹം ചീഫ് വിപ്പായിരുന്നു. ഇദ്ദേഹം ആ സർക്കാരിനുണ്ടാക്കിയ തലവൻ എന്തായിരുന്നു? എന്തുമാത്രം ഉമ്മൻചാണ്ടി യഥാർത്ഥത്തിൽ എത്രമാത്രം വിഷമിച്ചു പോയിട്ടുണ്ടെന്നറിയോ? ഉമ്മൻചാണ്ടിയുടെ അവസാന കാലത്ത് അറിയാം, നമുക്ക് സോളാർ കേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം തന്നെ ഒരു തലവേദനയായിരുന്നു ഉമ്മൻചാണ്ടിക്ക്. ഒരു മന്ത്രിക്കെതിരെ, ഒരു മന്ത്രിയെ കാമുകിയുടെ ഭർത്താവ് തല്ലി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഒരു പത്രത്തിൽ വരികയാണ് ഒരു ദിവസം. ഇദ്ദേഹം പിറ്റേ ദിവസം മാധ്യമങ്ങൾ വിളിച്ച് പറയാണ് അത് മറ്റാരുമല്ല ഇന്ന മന്ത്രിയാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സർക്കാരിലെ മന്ത്രിയെക്കുറിച്ചാണ് ഇത് പറയുന്നത്. വിളിച്ചു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുവാണ്. അപ്പോൾ ഗണേഷ് കുമാറിനെ തല്ലി, അത് ഗണേഷ് കുമാറാണെന്നാണ് പറഞ്ഞത്. ഗണേഷ് കുമാറിനെ തല്ലി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇതേ ഗണേഷ് കുമാർ വേറൊരു തല്ലി കേസിൽ പെട്ടു. ഇപ്പം അദ്ദേഹം LDF-ലായിരിക്കെ പത്തനാപുരത്ത് വെച്ച് അദ്ദേഹം കാറിന് സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞൊരു അമ്മയും മകനെയും ഗണേഷ് കുമാർ ആക്രമിച്ചു എന്ന് പറഞ്ഞൊരു പരാതി ഉണ്ടായിരുന്നു. ആ വിഷയം വന്നപ്പോൾ ഗണേഷ് കുമാറിൻ്റെ ഒപ്പാണ് ഇവർ. അതായത് എവിടെയാണോ അക്രമികളുള്ളത്, എവിടെയാണോ ഇരകളുള്ളത്, എവിടെ നിൽക്കണമെന്ന് PC ജോർജിന് കൃത്യമായിട്ട് അറിയാം. സമരം ചെയ്യുന്ന ക്രിസ്ത്യാനികളെ കന്യാസ്ത്രീകളെ അധിക്ഷേപിക്കുക, പിന്നോക്ക വിഭാഗങ്ങളെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുക,
സ്ത്രീകൾക്കെതിരെ വേണ്ടാതിനം പറയുക, ക്യാൻറ്റീനിലെ ജീവനക്കാരനെ എം എൽ എ ക്യാൻറ്റീനിലെ ജീവനക്കാരനെ തല്ലിയ ഒരു കേസുണ്ട് ഇദ്ദേഹത്തിനെതിരെ. ഇതൊരു ടോൾ ഗേറ്റ് പൊളിച്ചൊരു കേസുണ്ട്, അറിയോ? ടോൾ ഗേറ്റിൽ ഇങ്ങനെ ടോൾ അടയ്ക്കാൻ കാത്തു നിന്ന് മടുത്തിട്ട് ഇദ്ദേഹം പോയിട്ട് ആ ടോൾ ഗേറ്റിലെ ബാറൊക്കെ തല്ലി പൊളിക്കുന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈ 2015 ശേഷം ഉണ്ടായ സംഭവങ്ങളാണ്, 2018, 19 കാലത്തൊക്കെ ഉണ്ടായ സംഭവങ്ങളാണ്. അതായത് എപ്പോഴും തുടർച്ചയായി നിയമലംഘനം നടത്തുന്ന എല്ലായ്പ്പോഴും ഒരു ഹാബിച്വൽ ഒഫൻഡറെ ഭരണകൂടം പിന്തുണയ്ക്കുകയാണെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇത് നടപടി എടുക്കേണ്ട സംഭവമാണ്. ഇപ്പം ഇത് എന്ന് പറഞ്ഞാൽ പച്ച വർഗീയതയാണ്. PC ജോർജ് BJP ചേർന്ന സ്ഥിതിക്ക് ഞാൻ പറയുന്നത് വെച്ചാൽ അദ്ദേഹം സുരേന്ദ്രനിൽ നിന്നോ അല്ലെങ്കിൽ RSS BJP നേതാക്കളിൽ നിന്നോ വർഗീയത പറയുന്നതിൽ ട്രെയിനിങ് നേടുന്നതാണ്. ഇങ്ങനെയല്ല വർഗീയത പറയേണ്ടത്. ഇപ്പോൾ സുരേന്ദ്രൻ എങ്ങനെ പറയാം? ബിരിയാണിയിൽ തുപ്പിയിട്ടാണ് ഉസ്താദ് കൊടുക്കുന്നത്, കേസെടുക്കാൻ പറ്റില്ല. ബിരിയാണി എന്തെങ്കിലും മോശമാണോ? തുപ്പി മോശമാണോ? വർഗീയത ഉണ്ടോ ഇതിൽ? ഉസ്താദ് നമ്മൾ ഏതെങ്കിലും കമ്മ്യൂണിറ്റിയെ പറ്റിയാണോ പറഞ്ഞത്? ഇത് PC ജോർജിന് വർഗീയത പറയാൻ അറിയില്ല. PC ജോർജ് പച്ചയ്ക്ക് പറയും. സുരേന്ദ്രൻ പറയുന്ന വർഗീയത അദ്ദേഹം കേസെടുക്കാത്ത രീതിയിലേ പറയുള്ളൂ. പക്ഷെ ആ ട്രെയിനിങ് BJP ചേർന്നതിന് ശേഷം PC ജോർജിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം. അതല്ല എന്തും പറയാം നിങ്ങൾക്ക്. അത് കേസെടുക്കാത്ത രീതിയിൽ വർഗീയത പറയാൻ BJP-ക്കാർക്ക് അറിയാം. പക്ഷെ അത് PC ജോർജ് പഠിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പക്ഷേ ഇത് സർക്കാർ നോക്കിയിരിക്കുന്ന നിഷ ഇവിടെ പറഞ്ഞതുപോലെ ഇതിലൊരു കേസ് ഉണ്ടാകാൻ പോകുന്നില്ല. ആർക്കും ഇനി പരാതി കൊടുത്താലും കേസ് ഉണ്ടാകാൻ പോകുന്നില്ല. എൻ്റെ കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഒരു പക്ഷേ PC ജോർജ് ഇനി കൂടുതൽ വിഷയലിപ്തമായ നാവുമായി രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങാനാണ് സാധ്യത കൂടുതൽ. തീർച്ചയായും അത് തന്നെയാണ് നോക്കിക്കാണേണ്ടത്.